ദൈവം തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് സംരക്ഷണവും പരിപാലനവും എപ്പോഴും നൽകുന്നു. 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും. അതെ, ദൈവം തൻ്റെ ഭക്തന്മാരെ തൂവലുകൾ കൊണ്ട് മറയ്ക്കും, തൻ്റെ ചിറകിൻ നിഴലിൽ ശരണം കൊടുക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുമ്പോൾ അത് ആഹാരം കഴിക്കുന്ന സമയത്ത് പോലും തൻ്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം നോക്കിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ശത്രുക്കൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് നേരെ കടന്നു വന്നാൽ അതിനെ പറന്നെന്ന് ആക്രമിക്കുകയും വളരെ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ അത് അറിയിക്കുകയും ചെയ്യും. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ശത്രുവായവൻ ഒളിഞ്ഞിരുന്ന് അമ്പുകളെയുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, തലമുറ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാണ്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ നിഴലിൽ വഹിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 34 വാക്യം. പക്ഷി ചുറ്റിക്കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, അവൻ അതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. യെശയ്യാവ് 31:5. അതെ, യെശയ്യാവ് 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറക്കാത്ത, പരിപാലിക്കുന്ന, അനുഗ്രഹം നൽകുന്ന, സംരക്ഷിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.